പത്തനംതിട്ട സീരിയലിന്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും കൂടി ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നതിന്റെ ഇടയ്ക്കാണ് കേട്ടോ കൊറിയർ വരുന്നത്. കൊറിയർ എന്ന് കേൾക്കുമ്പോൾ തന്നെ അനി പെട്ടെന്ന് തന്നെ ഓടി ചെല്ലുന്നുണ്ട്. എന്നിട്ട് 2 പാക്കറ്റ് കൊടുക്കുമ്പോൾ അനി അങ്ങ് പോകാൻ വേണ്ടി നിൽക്കുകയാണേ. 2 പാക്കറ്റ് അല്ല സാർ, ഇനിയും ഉണ്ടെന്ന് പറഞ്ഞിട്ട് കുറേ വെച്ചു കൊടുക്കുന്നുണ്ടേ. അത് കണ്ടിട്ട് മഹാഭാരതത്തിലെ പാഞ്ചാലിക്ക് കൃഷ്ണൻ പുടവ കൊടുക്കുന്നില്ലേ, അതുപോലെ ഉണ്ടല്ലോ കാണാനെന്ന് ജലജ പറയാണേ. തുടർന്ന് ദേവയാനി ചോദിക്കുന്നുണ്ട്, ഇത് അഡ്രസ്സ് മാറി വന്നതാണോ എന്നുള്ള കാര്യം ഒന്നുകൂടി ചെക്ക് ചെയ്യാൻ വേണ്ടി പറയാണ്. അതേ മോനെ, മോൻ ഒന്നുകൂടി നോക്കിയേ, ഇതേ അഡ്രസ്സ് തന്നെയാണോ എന്നുള്ള കാര്യം എന്ന് മുത്തശ്ശിയും പറയാണ്. ഇതെന്തായാലും അഡ്രസ്സ് മാറി വന്നത് തന്നെയായിരിക്കുന്ന മുത്തശ്ശി പറയുമ്പോൾ അതെ, ആരും ഇത്രയ്ക്കും തോനെയൊന്നും വാങ്ങില്ല എന്ന് അനിയും പറയാണ്. അനിയുടെ തലേന്റെ അവിടെ അറ്റം വരെ പാർസൽ ഉണ്ട് കേട്ടോ. ആ അഡ്രസ്സിലിരിക്കുന്നത് ആരുടെ പേരാണെന്ന് നോക്കാൻ വേണ്ടി ജലജ പറയുമ്പോൾ ഞാൻ എങ്ങനെ നോക്കാന്ന് ഉള്ള കാര്യം അനി ചോദിക്കുന്നുണ്ട്. ഞാൻ വരാ എന്ന് പറഞ്ഞിട്ട് അഭി ചെന്ന് നോക്കുകയാണ് കേട്ടോ. അഭി നോക്കുന്ന സമയത്ത് ആ പാർസലിനകത്തുള്ള പേര് ജലജയുടെ പേരാണ് കേട്ടോ. എന്നിട്ട് അന്തം വിട്ട പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. അമ്മേനെ ഇങ്ങനെ നോക്കുന്നുണ്ട്, ഒന്നും മിണ്ടാതെ നിൽക്കുന്ന കണ്ടിട്ട്. അപ്പോഴേക്കും നമ്മുടെ നവ്യ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. എന്താ അഭി, പേര് കണ്ടപ്പോ ഞെട്ടിപ്പോയോ? തുടർന്ന് ജലജ ചോദിക്കുന്നുണ്ട്, അവനെന്തിനാ പാർസലിന് പേര് കണ്ടിട്ട് ഞെട്ടുന്നത്? നിന്നോട് പാർസലുള്ള പേര് നോക്കാനല്ലേ പറഞ്ഞത്, ആര് തന്ന് പറയടാ എന്ന് ജലജ പറയാണേ. അമ്മയുടെ പേരിലാണ് വന്നതെന്നുള്ള കാര്യം പറയണേ. അപ്പൊ ജലജ ഇങ്ങനെ അമ്പരന്ന് നോക്കുക, എന്റെ പേരിലോ? എന്നിട്ട് ഓടി പിടിച്ച് ചെന്ന് നോക്കുന്നുണ്ട്. അപ്പം ജലജയുടെ പേര് തന്നെയാണ് വന്നിരിക്കുന്നത്. ഞാനതിന് ഒന്നും ഓർഡർ ചെയ്തില്ലല്ലോ എന്റെ പേരിൽ വരാൻ വേണ്ടിയിട്ട്. ഇത് കേൾക്കുമ്പോൾ നവ്യ പറയുന്നുണ്ട്, നിങ്ങളുടെ പേരുണ്ടെന്ന് കരുതിയിട്ട് നിങ്ങൾ തന്നെ ഓർഡർ ചെയ്യണമെന്നുണ്ടോ? നീ എന്തൊക്കെയായി പറയുന്നതെന്ന് ജലജ ചോദിക്കുമ്പോൾ, നിങ്ങളുടെ പേരിൽ പാർസൽ വന്നു, നിങ്ങളുടെ പേരിൽ വന്നു എന്നുള്ളത് സത്യമാണ്, പക്ഷെ അതിന്റെ ഉള്ളിലുള്ള ഐറ്റംസ് നിങ്ങളുടേതല്ല എന്ന് പറയുമ്പോൾ നീ എന്തൊക്കെയായി പെറുപെറുക്കുന്നത്? എന്റെ പേരിൽ സാധനങ്ങളൊക്കെ വന്നു, ഇതൊക്കെ ആരാ പേ ചെയ്യാൻ വേണ്ടി പോകുന്നത്, ആരുടെ ആയതാലും? അപ്പോഴേക്കും കൊറിയർ ചേട്ടൻ പറയുന്നുണ്ട് കേട്ടോ, ഇത് ഓൾറെഡി പേയ്മെന്റ് ചെയ്തതാണ് എന്ന്. പേ ചെയ്തു എന്നോ, എങ്ങനെയെന്നുള്ള കാര്യം ജലജ ചോദിക്കുമ്പോൾ, എന്താ അമ്മ ഇങ്ങനെ ചോദിക്കുന്നത്? അമ്മയുടെ കാർഡ് വെച്ചിട്ട് ഞാൻ പേ ചെയ്തു. നീ അവിടെ ഇവിടെ ഓരോന്ന് പറയുന്ന രീതിയിൽ പിച്ചും പെയ്യും പറയാതെ കാര്യം എന്താന്ന് വെച്ചാൽ പറയുന്നുള്ള കാര്യം പറയണേ ജലജ ഇത് കേൾക്കുമ്പോൾ. ഇതിൽ അതിന് മാത്രം പറയാനൊന്നുമില്ല. ഇതിനകത്തുള്ളത് ഡിസൈനർ സാരീസും കുറച്ച് മോഡേൺ ഡ്രസ്സുകളൊക്കെയാണ്. അതൊക്കെ ഓർഡർ ചെയ്തത് ഞാനാണ്. പേയ്മെന്റ് ആണെങ്കിൽ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് ഞാൻ ചെയ്തു എന്ന് പറയണേ. യു എന്ന് പറയുമ്പോൾ യെസ്, മീ ഞാൻ തന്നെയാണ് പേയ്മെന്റ് ചെയ്തത്. ഇത് കേൾക്കുമ്പോൾ ദേവയാനിക്ക് മുത്തശ്ശിക്കൊക്കെ ചിരി വരുന്നുണ്ട് കേട്ടോ. നിനക്ക് എന്താ ധൈര്യത്തിലാടി നീ ഇതൊക്കെ ഓർഡർ ചെയ്തെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, ഇതിനെന്തിനാ ധൈര്യം, കാർഡിനകത്ത് പൈസ ഉണ്ടായിരുന്നു, അപ്പോൾ അതെടുത്ത് ഞാൻ അങ്ങ് ഓർഡർ ചെയ്തു. പിന്നെ അർജന്റ് ഡെലിവറി ആയതുകൊണ്ട് കുറച്ച് കാശും കൂടി കൂടുതൽ കൊടുക്കേണ്ടി വന്നു. എത്രയാ ബിൽ എമൗണ്ട് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ കൊറിയർ ചേട്ടൻ പറയുന്നുണ്ട്, 80,000 രൂപ മാം. ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്, നല്ല പണി കൊടുത്തു എന്നുള്ള രീതിയിൽ. ഈ പൈസയൊക്കെ ആരാ അടയ്ക്കാൻ വേണ്ടി പോകുന്നെന്നുള്ള കാര്യം അറിയുമെന്ന് ചോദിക്കുമ്പോൾ, നിങ്ങളെന്തിനാ ഓവറായിട്ട് സംസാരിക്കുന്നത്, ഈ വീട്ടിൻ്റെ അടുത്തുള്ള പൈസ കൊണ്ട് തന്നെയല്ലേ നിങ്ങൾ തിരിച്ചടയ്ക്കാൻ വേണ്ടി പോകുന്നത്, അല്ലാണ്ട് നിങ്ങളുടെ മോൻ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കൊണ്ടൊന്നും അല്ലല്ലോ. തുടർന്ന് അഭി പറയുന്നുണ്ട്, നീ കുറച്ചു നേരം മിണ്ടാതിരിക്കുമോ എന്നുള്ള കാര്യം, നിങ്ങളുടെ അമ്മയാണ് എന്നെ വെറുതെ ആവശ്യമില്ലാതെ സംസാരിക്കാൻ വേണ്ടി പറയുന്നത്. ഇതൊക്കെ നീ ആർക്ക് വേണ്ടിയിട്ട് മേടിച്ചതാന്നുള്ള കാര്യം ജലജ തുടർന്ന് ചോദിക്കുന്നുണ്ട്. അത് നയനയെ ചിലവരൊക്കെ പറയുന്നുണ്ട് അവൾക്ക് ടേസ്റ്റ് ഇല്ല, അവൾക്ക് ഡിസൈൻ ചെയ്യാനുള്ള കഴിവില്ല, മോഡേൺ കൺസെപ്റ്റിനെ കുറിച്ച് ഒന്നും അറിയില്ല. ഇത് കേൾക്കുമ്പോൾ ജയന് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ് കേട്ടോ. ആരാ അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് ചൂടായിട്ട് എണീക്കുമ്പോൾ ചെറിയച്ഛൻ പറയുന്നുണ്ട്, ഏട്ടാ ടെൻഷൻ ആവാതെ ദേഷ്യപ്പെടാതെ എന്നുള്ള കാര്യം. തുടർന്ന് നവ്യയും ജയന്റെ അടുത്ത് പറയുന്നുണ്ട്, ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല, ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. എന്തായാലും ഇത് പറഞ്ഞത് നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരാളാണ്. നിങ്ങൾ ഓഫീസിൽ പോകുന്ന സമയത്ത് ആദർശിന്റെ അടുത്ത് ചുമ്മാ ഒരു കാര്യം ചോദിച്ചാൽ മതി. ആദർശാണോ അങ്ങനെ പറഞ്ഞെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, അതിനൊരു റിവഞ്ച് ഒന്നും എടുക്കണ്ട, നയന ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നുള്ള കാര്യം നോക്കട്ടെ. എന്താ ഞാൻ ചെയ്തത് ശരിയല്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ജയൻ പറയുന്നുണ്ട്, കാർഡ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചാൽ പോരായിരുന്നോ, എൻ്റെ ക്രെഡിറ്റ് കാർഡ് തരുമല്ലോ എന്നുള്ള കാര്യം പറയുമ്പോൾ അതൊന്നും ഒരു പ്രശ്നമില്ല, എങ്ങനെ നോക്കിയാലും ഇത് നിങ്ങളുടെ പണം തന്നെയല്ലേ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജലജയുടെ കയ്യിലുള്ള ഡ്രസ്സും ബാക്കി ഡ്രസ്സും എല്ലാം കൂടി മേടിച്ചിട്ട് അനിയുടെ അടുത്ത് ഡ്രസ്സ് ബാക്കി കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞ് നയനയും കൂട്ടിയിട്ട് ഞാൻ അവൾക്ക് ഡ്രസ്സ് ചെയ്തിട്ട് കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ട് പോവാണ് കേട്ടോ. അങ്ങനെ കുറച്ചു നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം മുത്തശ്ശി പറയുന്നുണ്ട്, ഇവരിപ്പോൾ അവിടെ പോയിട്ട് എന്ത് ചെയ്യുക എന്നുള്ള കാര്യത്തെക്കുറിച്ച്. ഇത് കേൾക്കുമ്പോൾ ജലജ പറയുന്നത്, അവര് ഇവിടെ ഒരു മോഡലിംഗ് വാക്ക് ഉണ്ട്, റാം വാക്കിന് നടക്കാൻ വേണ്ടിയിട്ട് കൂട്ടിക്കൊണ്ട് വരാൻ പോയതാണ്. തുടർന്ന് ജാനകി പറയുന്നുണ്ട്, ശരിക്കും പുതിയ മരുമകൾ വന്നു കഴിഞ്ഞാൽ അവർക്കായിരിക്കും കുറച്ച് ആട്ടം തുള്ളലൊക്കെ കൂടുതൽ, എന്നാൽ ഇവിടെയുള്ള മരുമകൾക്കാണ്
എന്നാൽ ഇപ്പോൾ കുറച്ച് കൂടുതലെന്നൊക്കെ പറയുകയാണേ. ഇത് കേൾക്കുമ്പോൾ ദേവയാനി ഞാനതിന് ഒന്നും ചെയ്തിട്ടില്ലല്ലോ, ഇവിടെയുള്ള ആൾക്കാർ വെറുതെ ആവശ്യമില്ലാതെ വായ കൈയിട്ട് ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളല്ലേ ചെയ്യുന്നത്. ഇത് കേൾക്കുമ്പോൾ അനാമിക പറയുന്നുണ്ട്, അമ്മ എന്തിനാ വെറുതെ എനിക്ക് വേണ്ടിയിട്ട് അടി ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യം. എല്ലാവരും അവരവരുടെ മരുമകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ, അപ്പോൾ എനിക്ക് എൻ്റെ മരുമകളെ വിട്ടുകൊടുത്ത് സംസാരിക്കാൻ പറ്റില്ല. അപ്പോഴാണ് നയന വരുന്നത്. ദേ ഏട്ടത്തി വന്നു എന്ന് അനി വേഗം പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരുടെയും ശ്രദ്ധ നയന ഡ്രസ്സ് ചെയ്ത് വരുന്നതിലാണ്. നല്ലൊരു മോഡേൺ ഡ്രസ്സൊക്കെ ഇട്ട് നല്ല സൂപ്പറായിട്ടാണ് കേട്ടോ നയന വരുന്നത്. അനാമികയ്ക്ക് ഇതൊന്നും കണ്ടിട്ട് വലിയ ഇഷ്ടപ്പെടുന്നൊന്നുമില്ല, പക്ഷെ എല്ലാവരും ഭയങ്കര അമ്പരന്ന് നോക്കുന്നുണ്ടേ. ദേവയാനിക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. അങ്ങനെ മുത്തശ്ശേരിക്കിലേക്ക് ചെന്നിട്ട്, മോളെ നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്, എന്റെ കണ്ണ് തന്നെ പെട്ടു എന്നാ തോന്നുന്നതെന്നൊക്കെ പറയുന്നുണ്ടേ. തുടർന്ന് നവ്യ പറയുന്നുണ്ട്, നയനയ്ക്ക് ടേസ്റ്റ് ഇല്ല അതില്ല എന്നൊക്കെ പറഞ്ഞ ആൾക്കാർക്ക് വായ അടപ്പിക്കുന്ന രീതിയിലില്ലേ ഇപ്പൊ ചെയ്തതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതേ എന്ന് ജയം പറയാണേ. നയന മോഡേൺ നയനയായിട്ട് മാറിയെന്നും കൂടി പറയണ്ടേ. ഇത് കണ്ടിട്ട് അനാമികയ്ക്കും ജാനകിക്കും ജലജയ്ക്കും അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യം ദേവയാനിക്ക് മനസ്സിലാവുന്നുണ്ടേ. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആ വിഷയം അപ്പൊ പറയാണ് കേട്ടോ ദേവയാനി. ഇന്നലെ ജലജിയും ജാനകിയും എല്ലാവരും കൂടി ചേർന്നിട്ട് എൻ്റെ അടുത്ത് പണപ്പെട്ടിയുടെ താക്കോലിനെ കുറിച്ചിട്ടൊക്കെ ചില സംസാരം ഉണ്ടായി. വീട്ടിലെ ആമാടപ്പെട്ടിയുടെ താക്കോലും ചുമതലകളൊക്കെ വരും തലമുറയ്ക്ക് കൈമാറണം എന്നാണ് പറഞ്ഞത്. അത് ഞാൻ എന്തായാലും ഇപ്പൊ തന്നെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ദേവയാനി അവിടെ നിന്ന് പോവുകയാണേ. അങ്ങനെ ആമാടപ്പെട്ടിയുടെ താക്കോൽ എടുത്തുകൊണ്ട് വരികയാണ്, പണപ്പെട്ടിയുടെ. എന്നിട്ട് അത് നേരെ കൊണ്ടുപോകുന്നത് അനാമികയ്ക്ക് നേരെയാണ് കേട്ടോ. അപ്പൊ ഇവരൊക്കെ ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുക, അപ്പൊ അനാമികയ്ക്ക് കിട്ടും എന്നുള്ള രീതിയിലേ. പക്ഷെ അനാമികയുടെ മുമ്പ് ചെന്നിട്ട് അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുകയാണ് കേട്ടോ ദേവയാനി. എന്നിട്ട് അനാമിക വീണ്ടും ഒരു നോട്ടം നോക്കിയതിന് ശേഷം നേരെ ചാവി നയനയ്ക്ക് നേരെ നീട്ടാണേ. അമ്മയെന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഇതാ പിടിച്ചോ എന്ന് പറയാണേ. അതിന്റെ ഇടയ്ക്ക് മുത്തശ്ശി നിൽക്കുന്നുണ്ട്. ഇപ്പോഴാണ് ദേവയാനി നല്ലൊരു കാര്യം ചെയ്തത്. വേണ്ടാന്ന് പറയാതെ ചാവി മേടിക്കാൻ വേണ്ടി മുത്തശ്ശി പറയുന്നുണ്ട്. അങ്ങനെ ആ ചാവി നയന മേടിക്കാണ് കേട്ടോ. ഇത് കണ്ടിട്ട് ജലജയുടെയും അനാമികയുടെയും അതുപോലെ ജാനകിയുടെയും കാരണം തടി കിട്ടിയതുപോലെയാണ് കേട്ടോ ദേവയാനി അത് നയനയ്ക്ക് കൊടുക്കുന്നത്. ഇത് കാണുന്ന സമയത്ത് ബാക്കി എല്ലാവർക്കും ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നുണ്ട്. ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്.